സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് തിരുവനന്തപുരം പാർലമെൻറ്റ് മെമ്പർ ഡോക്ടർ ശശി തരൂർ ചെയ്ത ഒരു പ്രസ്താവനയും അദ്ദേഹം എഴുതിയ ഒരു ലേഖനവും. അതായത് പതിവിന് വിപരീതമായിട്ട് അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അംഗമാണെങ്കിലും സംസ്ഥാന മന്ത്രിസഭ ചെയ്ത വലിയ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തൊരു ലേഖനം ഒരു മുഖ്യ പത്രത്തിൽ അടിക്കുകയുണ്ടായി. അതിൽ ആകെ ഊന്നി പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു, ഇത്രത്തോളം എളുപ്പത്തിൽ വ്യവസായം തുടങ്ങാനായിട്ടുള്ള സംസ്ഥാനം വേറെ ഇല്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങൾ അവസാനം ഇപ്പോൾ ഡൽഹി സോ കോൾഡ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു അമ്മയും മോനുമാണെന്നുള്ളത് അത് വേറൊരു രസം. എനിവേ, അവിടെ എന്തൊക്കെ ഒരു കോംപ്രമൈസ് ഒക്കെ ആയിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഒരു പ്രവണത ഇവിടുത്തെ ജനാധിപത്യത്തിലുള്ള ഒരു അപജയമെന്ന് തന്നെ പറയാം. അതായത് ഭരണപക്ഷം എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് അംഗീകരിക്കാതിരിക്കുക, വിമർശിക്കുക. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലിരിക്കുന്നവരെ നഖശികാന്തം എല്ലാ സമയത്തും ഒരു കൂട്ടായ്മയോടുകൂടി കൊണ്ടുപോയി കോംപ്രമൈസ് സിറ്റുവേഷനിൽ നിയമം അങ്ങനെയൊന്നും അല്ലത്. രണ്ട് ശത്രുപക്ഷത്ത് ഒരു യുദ്ധം പോലെയുള്ള പരിപാടിയാണത്. അത് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻഫാൻറ്റലിസം, ബാലാരിഷ്ടത 80 കൊല്ലമാവുള്ളൂ. എന്നാലും അതങ്ങനെയാണ് കാണുന്നത്. കാരണം ബാക്കിയുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ, എനിക്ക് വീണ്ടും അമേരിക്കയുടെ കാര്യം തന്നെ പറയാനുള്ളൂ, അവിടെ പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ ഈ രാഷ്ട്രീയത്തിലുള്ളവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് ഒരു ക്വാളിഫിക്കേഷൻ വിശ്വപൗരൻ, അതെന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അദ്ദേഹം കുറേ കാലം UN അണ്ടർ സെക്രട്ടറി, ആക്ച്വലി UN സെക്രട്ടറി ജനറലായിരുന്ന കോഫി അണ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. എനിക്ക് നേരിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ലിറ്ററേച്ചർ ഭാഗത്ത് ഫിക്ഷൻ അടക്കം പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതുന്നതിൽ മിടുക്കാണ്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമാണ്. അങ്ങനെയൊക്കെ വളരെയധികം പ്രസിദ്ധനാണ്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു മെച്യൂർഡ് സിറ്റുവേഷനിലാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ആദ്യമായിട്ട് MP ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മെൻറ്റോർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഉടനെ തന്നെ ക്യാബിനറ്റിലാക്കി. അദ്ദേഹത്തിന് പരിചയമുള്ള വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടായിരുന്നു തോന്നുന്നു. അത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പ് കോളമാക്കി. ആക്ച്വലി ഈ ഗൾഫ് രാജ്യങ്ങളിലൂടെ പോയി എന്തോ വിളിച്ചു പറഞ്ഞത് പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് ആ വകുപ്പിൽ നിന്ന് മാറ്റി വേറെ ഏതൊരു വകുപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് പറഞ്ഞുകൊണ്ട് വരുന്നത്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുകഴ്ത്തി പറയാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലുള്ള അപജയങ്ങൾ തുറന്നു കാണിക്കുകയും അതിനൊരു മാറ്റം വരണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. എനിക്ക് ഉള്ള ഒരു ചെറിയൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംസ്ഥാനത്തിൻ്റെ ഇരിക്കുന്ന സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത കുറേ കണക്കുകൾ, കള്ളക്കണക്കുകൾ. ആക്ച്വലി ഇന്ത്യയിൽ വ്യാവസായിക രംഗം വളരെ മുന്നിലാണ്, ലോകോത്തരമാണ്, ലോകരാഷ്ട്രങ്ങളിൽ ഒന്നോ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആകാൻ പോകുന്നത് കാണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പടച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ആക്ച്വലി ശരിക്കും കണക്കൊക്കെ ചെയ്യാവുന്നതല്ല. പ്ലാനിംഗ് കമ്മീഷനോട് പോലും പിരിച്ചു വിട്ടിട്ട് അതായത് വ്യവസായമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു കപ്പലണ്ടി കച്ചവടക്കാരന് സാധിക്കുന്ന നിലയിലാണ് ഇപ്പോൾ നിയമം കൊണ്ടുവച്ചിരിക്കുന്നത്. അതാണ് കേരളത്തിൽ നടന്നത്. ഈ പഴയ രജിസ്ട്രേഷൻ എടുത്ത് മാറ്റി മലക്കറി കച്ചവടക്കാരൻ്റെ എല്ലാ പൊതുസംരംഭകരായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കണക്കെടുക്കുക വെച്ച് നോക്കി വന്നപ്പോൾ കാണാം ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ വരെയൊക്കെ എത്തിയിരിക്കുന്ന ഇതൊരു കണക്ക്. ഇവിടെ താമസിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ വ്യവസായ അന്തരീക്ഷം എന്തിനാണെന്ന്. കിറ്റെക്സിൻ്റെ കഥ വളരെ
ക്ലിയറായിട്ട് മലയാളികളെല്ലാം അനുഭവിച്ചൊരു കാര്യമല്ലേ. അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തെലങ്കാനയിലേക്ക് തൂത്തുപറക്കിക്കൊണ്ട് പോയി എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ വ്യവസായം തുടങ്ങുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ ഒത്താശയോടും കൂടി ഒരു ബ്രൂവറി, അതായത് മദ്യ നിർമ്മാണം പരിപാടി പാലക്കാട്, അതിനെതിരായിട്ട് ഒക്കെ ഉള്ള എന്താ പറയണ പ്രതിരോധങ്ങളാണ്. അത് മാത്രമല്ല ഇരിക്കുന്ന കക്ഷിയുടെ ഈ ഭരിക്കുന്ന ഈ കൂട്ടുമുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെ അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ ഒക്കില്ല. ഇതുപോലെ തന്നെയാണ് ഒരു മേജർ ഇൻഡസ്ട്രി ഇവിടെ വരുവാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തുടക്കത്തിൽ ഇവിടുത്തെ മിലിറ്റൻറ്റ് ട്രേഡ് യൂണിയനിസം നോക്കുകൂടി എന്ന് പറഞ്ഞ ഒരു ഇന്നോവേഷൻ ഭൂലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഇവിടെ കണ്ടുപിടി. ഇതിനൊന്നും കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഹംസഗാനം എന്ന് പറയുന്ന പോലെ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുമ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകൾ സ്വകാര്യ മേഖലയിലും കാര്യമായിട്ട് അനുവദിക്കുവാനായിട്ടുള്ളൊരു നീക്കം. അതുപോലെ തന്നെ ഈ ഖജനാവ് ഇങ്ങനെ കാലിയായിട്ട് റിസോഴ്സസ് മൊബിലൈസേഷനെ കുറിച്ചിട്ട് ഇങ്ങനെ ഏതൊരു ചിന്തയിലായിരിക്കുമ്പോൾ ടോൾ പിരിവ്, കേരളത്തിലെ ട്രാൻസ്പോർട്ട് രംഗം അത്രയധികം എന്താ പറയുക ആക്റ്റീവാണ്. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനം കാറ് വിൽപ്പന നടക്കുന്നത് കേരളത്തിലാണെന്ന് അറിയുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഒരു ടോൾ പിരിവ് സജസ്റ്റ് ചെയ്ത് ആ തരത്തിലുള്ള ഖജനാവിലേക്ക് പണം എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നയ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഇനിയിപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്കിതൊക്കെ പ്രചോദനം ചെയ്യുകയേ ഉള്ളൂ. അതുപോലെ ചില അല്ലറ ചില്ലറ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പരാമർശിക്കാതെ ഇവിടെ വ്യവസായം ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞാൽ തിരിച്ചു പിരിഞ്ഞ് എവിടെയെങ്കിലും ഒന്നെങ്കിലും കാണാനുണ്ട്. ഇവിടെ നടന്നിരിക്കുന്നത് 60-70 പൊതുമേഖലയിലുള്ള കുറേ വ്യവസായ കാര്യങ്ങളൊക്കെ ചത്ത് കിടക്കുകയാണ് വർഷങ്ങളോളം. വെറുതെ എംപ്ലോയീസിന് ശമ്പളവും കൊടുത്ത് ഇത് ഭൂലോകത്ത് വേറെ എവിടെയെങ്കിലും അനുവദിക്കുമോ? ഇതൊക്കെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എൻ്റെ മണ്ഡലത്തിലെ പാർലമെൻറ്റ് പ്രതിനിധി ഒരു പ്രസ്താവന ഇറക്കി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല. വരാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും ചിലതൊക്കെ ഉരുത്തിരിയും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ രാഷ്ട്രീയ ജൽപ്പനങ്ങൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.